അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 16-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 10 ശ്ലോകങ്ങൾ, 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നത്. അഥാ ദേവീ ഭാഗവതം തൃതീയ സ്കന്ധ ഷോഡശോധ്യായ. വ്യാസ ഉവാച. യുധാജിത്വധ സംഗ്രാമാൽ ഗത്വായോധ്യാം മഹാബല മനോരമാം ച പപ്രച്ഛ സുദർശനജിഘാംസയാ. സേവകാൻ പ്രേഷയാമാസ ക്വ ഗതേതി മുഹുർവദൻ ശുഭേ ദിനേ ദൗഹിത്രം സ്ഥാപയാമാസ ചാസനേ. മന്ത്രിഭിശ്ച വസിഷ്ഠേന മന്ത്രൈരാധർവണൈഃ ശുഭൈഃ അഭിഷിക്തശ്ച സമ്പൂർണൈഃ കലശൈർജലപൂരിതൈഃ ഭേരീശംഖനിനാദൈശ്ച തുര്യാണാം ചാഥ നിസ്വനൈഃ ഉത്സവസ്തു നഗര്യാം വൈ സംബഭൂവ കുരുദ്വഹ. വിപ്രാണാം വേദപാഠൈശ്ച വന്ദിനാം സ്തുതിഭിസ്തഥാ അയോധ്യാമുദിതേവാസീജ്ജയശബ്ദൈ സുമംഗളൈ. ഹൃഷ്ടപുഷ്ടജനാകീർണ സ്തുതിവാദിത്ര നിസ്വനാ
നവേ തസ്മിൻ മഹീപാലേ പൂർബഭൗ നൂതനേവ സാ കേചിൽ സാധുജനായേ വൈ ചക്രു ശോകം ഗൃഹേ സ്ഥിതാ സുദർശനം വിചിന്യാദ്യ ക്വ ഗതോസൗ നൃപാത്മജാ മനോരമാതിസാധ്വീസാ ക്വ ഗതാ സുതസംയുതാ പിതാസ്യാ നിഹതഃ സംഖ്യേ രാജ്യലോഭേന വൈരിണാ ഇത്യേവം ചിന്ത്യമാനാസ്തേ സാധവ സമബുദ്ധയാ അതിഷ്ഠൻ ദുഃഖിതാസ്തത്ര ശത്രുജിദ്വശവർത്തിനാ യുധാജിതപി ദൗഹിത്രം സ്ഥാപയിത്വാ വിധാനതാ രാജ്യം ച മന്ത്രിസാൽകൃത്വാ ചലിത സ്വാം പുരീം പ്രതി. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 16-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകം മുതൽ 10 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ ഭാഷാഗാനമായി നതോന്നതാവൃത്തത്തിൽ മലയാള തർജ്ജമയായി വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, യുദ്ധം നിർത്തി യുധാജിത്തോ അയോധ്യയിലേക്കു പോയി സുദർശനനെ കൊല്ലാനായി അവരെവിടെ? അവരെ അന്വേഷിക്കാൻ സേവകരെ ഏർപ്പാടാക്കി ഞാൻ അരചനായി ദൗഹിത്രനെ വാഴിച്ചു. പിന്നെ അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വസിഷ്ഠനോ മന്ത്രിമാരും ഒത്തുചേർന്നു മന്ത്രത്തോടെ യുവരാജാവായി അഭിഷേകവും ചെയ്തു. ഭേരി ശംഖം പേരുംബറ, ഭേരി ശംഖം പേരുംബറ എന്നിവകൾ മുഴങ്ങവേ അയോധ്യയ്ക്കു അന്നേ ദിനം ഉത്സവമായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വിപ്രരുടെ വേദമന്ത്രം വന്ദികൾ തൻ സ്തുതിഗീതം മംഗളകരങ്ങളായ ജയധ്വനിയും രാജകുമാരന്റെ അഭിഷേകത്തിന്റെ വേളയതിൽ സ്തുതി വാദ്യഘോഷങ്ങള സുന്ദരമായി.
ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. സജ്ജനങ്ങളിൽ ചിലരോ സുദർശന സ്മരണയിൽ അറിയാതെ കണ്ണീർ വാർത്തു എവിടെയവർ. സാധ്വിയായ മനോരമ പുത്രനൊത്തു എങ്ങു പോയി, രാജ്യലോഭിയാലെ വീരസേനൻ മരിച്ചു. അമ്മേ ദേവി അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. പക്വമതികളാമവർ ഈ വിധത്തിൽ ചിന്ത ചെയ്തും ശത്രുജിത്തിനു വശംവദരായി കഴിഞ്ഞു. ദൗഹിത്രനെ രാജാവായി വാഴിച്ചതാം യുധാജിത്തോ ചുമതല മന്ത്രിമാർക്കായി നൽകി മടങ്ങി. അമ്മേ ദേവി അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദേവി ശരണം ലക്ഷ്മി ശരണം ഭദ്രേ ശരണം വാണി ശരണം കാളി ശരണം ഭദ്രകാളി ശരണം ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാനെന്ന അക്ഷരപൂജ ഇന്ന് 244 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 16 അധ്യായത്തിൽ ആദ്യത്തെ 10 ശ്ലോകങ്ങളാണ് നമ്മളിന്ന് അനുസ്മരിക്കുന്നത്. വേദവ്യാസൻ ജനമേജയ മഹാരാജാവിന് അമ്മയുടെ അവദാനങ്ങളെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യുധാജിത്ത് ഭരദ്വാജൻ എന്ന മുനിയുടെ ആശ്രമത്തിലേക്ക് എത്തിച്ചേരുന്ന രംഗം. അവിടെയാണ് ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലാണ് ധ്രുവസന്ധിയുടെ പത്നിയായ വിധവയായ മനോരമയും അതേപോലെ പുത്രനായ സുദർശനനും താമസിക്കുന്നത്. വേദവ്യാസം പറഞ്ഞു, യുധാജിത്വഥ സംഗ്രാമാൽ ഗത്വായോധ്യാം മഹാബല മനോരമാം ച പപ്രച്ഛ സുദർശന ജിഘാംസയ. മഹാബലഹ യുധാജിത്ത്, മഹാബലവാനായിരിക്കുന്ന ബലശാലിയായ യുധാജിത്ത്
സംഗ്രാമാത് ഗത്വായോധ്യാം, സംഗ്രാമം, ആ യുദ്ധം നിർത്തി. എന്നിട്ട് അയോധ്യയിലേക്ക് പോയി. എന്തിനാത്? സുദർശന ജിഘാംസയ, സുദർശനനെ കൊല്ലണം എന്ന ആഗ്രഹത്തോടു കൂടി അവിടേക്ക് പോയി. അവിടെ ചെന്ന് മനോരമാംച പപ്രച്ഛ, മനോരമ എവിടെ എന്ന് അന്വേഷിച്ചു. ഉദ്ദേശം എന്താണ്? മനോരമയെയും അതേപോലെ അടുത്ത അവകാശിയായിരിക്കുന്ന സുദർശനെയും നിഗ്രഹിക്കുക എന്ന ഉദ്ദേശം. സേവകാൻ പ്രേഷയാമാസ ക്വഗതേതി മുഹുർവദൻ, എവിടെ പോയി? മുഹുർവദൻ, വീണ്ടും വീണ്ടും ചോദിച്ചും കൊണ്ട് അന്വേഷിക്കാനായി സേവകാൻ പ്രേഷയാമാസ, സേവകന്മാരെ, ഭൃത്യന്മാരെ അയച്ചു. ശുഭേ ദിനേധ ദൗഹിത്രം സ്ഥാപയാമാസ ചാസനെ, പിന്നെ ശുഭമായ ഒരു ദിവസത്തിൽ തൻ്റെ ദൗഹിത്രനായ ശത്രുജിത്തിനെ രാജാവാക്കി, അല്ലെങ്കിൽ സിംഹാസനത്തിൽ വാഴിക്കുകയും ചെയ്തു. മന്ത്രിഭിശ്ച വസിഷ്ഠേന മന്ത്രൈരാധർവണൈ ശുഭൈ അഭിഷിക്തശ്ച സമ്പൂർണൈ കലശൈർജലപൂരിതൈ, വസിഷ്ഠൻ, കുലഗുരുവായ, അയോധ്യയുടെ കുലഗുരുവായിരിക്കുന്ന വസിഷ്ഠൻ മന്ത്രിമാരോടുകൂടി കലശപാത്രങ്ങളിൽ തീർത്ഥജലം നിറച്ച് ശുഭമായ ആ മന്ത്രൈരാധർവണൈ, ആധർവണ മന്ത്രങ്ങളെ കൊണ്ട് യുവരാജാവിനെ അഭിഷേകം ചെയ്തു എന്ന് പറയുന്നു. സ്വർണ കലശങ്ങളിൽ വെള്ളം കൊണ്ടുവന്ന് തീർത്ഥമാക്കി മന്ത്രം ജപിച്ച്, ആധർവണ മന്ത്രങ്ങളൊക്കെ ജപിച്ച് അഭിഷേകം നടത്തി. ഭേരീ ശംഖനിനാദൈശ്ച തുര്യാണാം ചാധനിസ്വനൈ ഉത്സവസ്തു നഗര്യാം വൈ സംബഭൂവ കുരുദ്വഹ, ഹേ കുരുദ്വഹ, ഹേ കുരുപുത്രനായിരിക്കുന്ന ജനമേജയ, കുരുവംശത്തിൽ പിറന്ന ജനമേജയ രാജാവേ, ഭേരീ ശംഖനിനാദൈശ്ച തുര്യാണാം ചാധനിസ്വനൈ, ഭേരി, ശംഖം, പെരുമ്പറ തുടങ്ങിയ വാദ്യങ്ങളുടെ ശബ്ദം കൊണ്ട് മുഖരിതമായ, ഉത്സവതുല്യമായിരിക്കുന്ന, അല്ലെങ്കിൽ ഉത്സവമായി തീർന്നു അയോധ്യ നഗരത്തിന്. ഉത്സവസ്തു നഗര്യാം വൈ സംബഭൂവ, അവിടെ അയോധ്യയ്ക്ക് ഒരു ഉത്സവമായിരുന്നു ഈ യുവരാജാവിൻ്റെ സിംഹാസനത്തിലേക്കുള്ള ആ യാത്ര. ഏതായാലും വിപ്രാണാം വേദപാഠൈശ്ചാവന്ദിനാം സ്തുതിഭിസ്തഥാ അയോധ്യാമുദിതേവാസിജയശബ്ദൈ സുമംഗളൈ, ബ്രാഹ്മണരുടെ വേദമന്ത്രോച്ചാരണങ്ങൾ, വന്ദികളുടെ സ്തുതിഭിസ്തഥാ, അവരുടെ സ്തുതികൾ, അങ്ങനെ മംഗളകരമായിരിക്കുന്ന ജയ ജയ ശബ്ദം, സുമംഗളൈ ജയശബ്ദൈ, അയോധ്യ, അങ്ങനെ അയോധ്യ മുദിതേവാസിയിൽ ആനന്ദനിമഗ്നമായി, എല്ലായിടത്തും ആഹ്ലാദം. ഹൃഷ്ടപുഷ്ടജനാകീർണ സ്തുതിവാദിത്ര നിസ്വന നവേ തസ്മിൻ മഹീപാലേ പൂർബഭൗ നൂതനേവസ, രാജകുമാരൻ അഭിഷിക്തനായത് മൂലം ഉണ്ടായ സന്തോഷം നേരത്തെ പറഞ്ഞു അല്ലേ? എല്ലാവർക്കും ഉത്സവതുല്യമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കണു. ജനങ്ങളും അതെ, സ്തുതികൾ, വാദ്യങ്ങൾ തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ മുഴക്കി അയോധ്യയ്ക്ക് ഒരു പുതിയ നഗരത്തിൻ്റെ പ്രതീതി ഉണ്ടായി എന്നാണ്. അതാണ് പറഞ്ഞത്. അവിടെ നവേ തസ്മിൻ മഹീപാലേ പൂർബഭൂ നൂതനേവസ, പുതിയൊരു നഗരം ഉണ്ടായി എന്ന് തോന്നി. കേജിൽ സാധുജന യേ വൈ ചക്രുശോകം ഗൃഹേ സ്ഥിത സുദർശനം വിചിന്യാദ്യ, ചില സജ്ജനങ്ങൾക്ക് അവർക്കിത് അധർമ്മമാണെന്ന് തോന്നി. കാരണം മൂത്തപുത്രൻ സുദർശനാണ്. സുദർശൻ ഇപ്പോൾ എവിടെയോ കാട്ടിലാണ്, എവിടേക്കാണോ പോയിക്കണത്. കൊഗതോ സൗനൃപാത്മജ, ആ സുദർശനൻ എവിടെയാണോ എന്ന് ആലോചിച്ച് അവരിതാ വല്ലാതെ വിഷമിച്ചു, ദുഃഖിച്ചു. മനോരമാതിസാധ്വീസ ക്വഗത സുതസംയുത പിതാസ്യാ നിഹത സംഖ്യേ രാജ്യലോഭേന വൈരിണ, സാധ്വിയായ ആ മനോരമ തമ്പുരാട്ടി, നമ്മുടെ പ്രിയപ്പെട്ട രാജ്ഞി, മകനോടുകൂടി സുതസംയുത, തൻ്റെ മകനോടുകൂടി എവിടേക്കാണാവോ പോയത്. പിതാസ്യാ നിഹത സംഖ്യേ, ശത്രുവിൻ്റെ കൈകൾ കൊണ്ട്
അവളുടെ പിതാവ് വീരചരമം പ്രാപിച്ചു. എങ്ങനെ? ആരാ കൊന്നത്? രാജ്യലോഭേന വൈരിണ. രാജ്യലോഭിയായ ശത്രുവിൻ്റെ വൈരം കൊണ്ട് ആ വീരസേനൻ മരിച്ചു ഇല്ലേ? ഇത്യേവം ചിന്ത്യമാനാസ്തേ സാധവ സമബുദ്ധയ. സമബുദ്ധിയുള്ള അല്ലെങ്കിൽ പക്വമതികളായിരിക്കുന്ന സജ്ജനങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് ചിന്തിച്ച് ദുഃഖിച്ച് അധിഷ്ഠൻ ദുഃഖിതാസ്തത്ര ശത്രുജിദ്വശവർത്തിന. പക്ഷേ അവരൊക്കെ ശത്രുജിത്തിന് വശംവദരായി വശവർത്തികളായി അവിടെ കഴിഞ്ഞുകൂടി. നിവൃത്തിയില്ല. പുതിയ രാജാവ് വന്നു, അദ്ദേഹത്തെ അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്നും അവിടെ ഏതാ കാണിക്കണു. യുധാജിതപി ദൗഹിത്രം സ്ഥാപയിത്വാ വിധാനത. അപ്പോൾ യുധാജിത്ത് തൻ്റെ ദൗഹിത്രനെ, പുത്രിയുടെ പുത്രനായിരിക്കുന്ന ശത്രുജിത്തിനെ വിധിയാം വണ്ണം സ്ഥാപയിത്വാ വിധാനത, രാജാവായിട്ട് വാഴിച്ചു. രാജ്യം ച മന്ത്രിസാൽകൃത്വാ ചലിത സ്വാം പുരീം പ്രതി. രാജ്യഭരണത്തിൻ്റെ ചുമതല, കാരണം ശത്രുജിത്തിനെ രാജാവാക്കി വാഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശത്രുജിത്തിന് അതിനുള്ള പ്രായമോ പക്വതയോ ആയിട്ടില്ല, ബാലനാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? മന്ത്രിമാരെ വിളിച്ചു, ഭരണത്തിൻ്റെ ചുമതല മന്ത്രിമാരെ ഏൽപ്പിച്ചിട്ട് സ്വാം പുരീം പ്രതി ചലിത, തൻ്റെ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു യുധാജിത്ത്. ഇത് ഈ കാലഘട്ടത്തിൽ നടക്കുന്നതാണ് അല്ലേ? രാജ്യത്തിൽ താല്പര്യമുള്ള ആളുകൾ അവരുടെ സ്വാർത്ഥത, അവരുടെ ബന്ധുക്കളെയൊക്കെ അധികാരസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മറ്റു പലരെയും ഒഴിവാക്കണു. ഇനി അവരെ കണ്ടെത്തിയാൽ അവരെ കൊല്ലുകയും ചെയ്യണു. രാജ്യലോഭം, രാജ്യത്തിലുള്ള അത്യാഗ്രഹമാണ്, അധികാരത്തിലുള്ള അത്യാഗ്രഹമാണ് ഇതിനൊക്കെ കാരണം എന്ന് ദേവീഭാഗവതവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആ 10ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ, അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു.
കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.